ഒരിടത്ത് മഹാഭോഷനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊന്നും പഠിക്കുവാൻ കഴിയുമായിരുന്നില്ല. സ്കൂളിൽ സഹവിദ്യാർത്ഥികളെല്ലാം അവനെ മണ്ടനെന്നും കഴുതയെന്നും വിളിച്ച് കളിയാക്കുമായിരുന്നു. അധ്യാപകർ പോലും അവനെ കളിയാക്കും. ഈ കളിയാക്കലിൻ്റെ ബാഹുല്യം നിമിത്തം അവൻ സ്കൂളിൽ പോക്ക് നിർത്തി. അങ്ങനെ വെറുതെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു ദിവസം അവൻ കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്രയായി. മാർഗമധ്യേ കഠിനമായ ദാഹം. അവൻ ഒരു കിണർ കണ്ടു. അതിൽ നിന്നും വെള്ളം കോരി കുടിച്ചു. അപ്പോൾ അവൻ്റെ ശ്രദ്ധ വെള്ളം കോരുന്നതിന് കിണറിൻ്റെ വായ്ക്കൽ ഇട്ടിരുന്ന കല്ലിലേക്ക് പതിഞ്ഞു. വെള്ളം കോരുന്നതിന് നാളുകളായി അതിലൂടെ കയറിട്ട് വലിച്ചതിൻ്റെ ഫലമായി കല്ലിൽ തേയ്മാനമുണ്ടായിരിക്കുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഇത്ര കഠിനമായ ഈ കല്ല് തുടർച്ചയായി കയറിട്ട് വലിച്ചപ്പോൾ ഇത്രയും തേഞ്ഞു എങ്കിൽ തുടർച്ചയായ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി എനിക്കും ജ്ഞാനം നേടുവാൻ കഴിയുമല്ലോ. അവൻ വീണ്ടും സ്കൂളിൽ ചേർന്നു. തുടർച്ചയായി ശ്രദ്ധാപൂർവം പഠിക്കുവാൻ തുടങ്ങി. അവൻ്റെ ഉത്സാഹം കണ്ട് അധ്യാപകർ അവനെ പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു വർഷങ്ങൾ കൊണ്ട് അവൻ ഒരു മഹാപണ്ഡിതനായി തീർന്നു. മന്ത്രവാദം, ലഘുസിദ്ധാന്ത കൗമുദി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച് പ്രസിദ്ധനായ വരദരാജ് എന്ന സംസ്കൃത പണ്ഡിതൻ അദ്ദേഹമാണ്. കുറേ നാളുകൾ ഒരു കല്ലിൽ കയറിട്ട് വലിച്ചാൽ കല്ലിനും തേയ്മാനം സംഭവിക്കുന്നു, ഇരുമ്പിനും തേയ്മാനം സംഭവിക്കും. അപ്പോൾ തുടർച്ചയായ ഇടപെടലിലൂടെ മനുഷ്യ മനസ്സിലും ഹൃദയത്തിലും മാറ്റമുളവാക്കുവാൻ സാധിക്കും. ആ രൂപാന്തരമാണ് ജീവിതത്തെ മഹത്തരമാക്കുന്നത്. ഭിന്നശേഷിക്കാരിലും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരിലും ഇതുപോലെ വളർച്ച ഉണ്ടാക്കുന്നതിന് സാധിക്കും. അപ്പോൾ ബുദ്ധിവൈഭവവും വിദ്യാഭ്യാസവുമുള്ള നമ്മിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇന്ന് ചുറ്റുപാടും നടക്കുന്ന അക്രമങ്ങളും അനീതികളും പീഡനങ്ങളും കൊലപാതകങ്ങളും നടത്തുന്നത് ബുദ്ധിഹീനരല്ലല്ലോ, ബുദ്ധിമാന്മാരും സമർത്ഥരുമായവരാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യവംശത്തിന് ഹാനികരമായ വിധം പ്രവർത്തിക്കുവാനുള്ള പ്രേരണകളെയും ശീലങ്ങളെയും മാറ്റുന്നതിന് നാം ശ്രമിച്ചാൽ നടക്കില്ലേ? മിക്കവരും തങ്ങളുടെ പ്രതാപത്തിനും ധനാർജനത്തിനും അധികാരങ്ങൾക്കും വേണ്ടി ഇമ്മാതിരി ക്രൂരകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെയും തങ്ങളുടെ തന്നെയും ജീവിതത്തെ ഹോമിക്കുകയല്ലേ ചെയ്യുന്നത്?